ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് 1/2 കിലോയിൽ കൂടുതലുണ്ട്. ഇത് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കറി വയ്ക്കുന്ന മീൻചട്ടിയിലാണ്. മീൻചട്ടി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിട്ട് കൊടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ റോ ഫ്ലേവർ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കാമേ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കാമേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. മുളക് പൊടി ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടികളുടെ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി 1 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇത് ഉലുവപ്പൊടി വറുക്കാത്ത പൊടിയാണ്, അതുകൊണ്ട് ഇതിലിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാമേ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാനിടയുണ്ട്. ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും കറിയുടെ. പൊടികൾ ഇതിലിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാമേ. തിളച്ച് കഴിയുമ്പം ഈ മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ പുളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. മീനിലൊക്കെ ഇടുന്ന പുളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കുമ്പം മെല്ലെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഈ മീന് പൊടിഞ്ഞു പോകാനിടയുണ്ട്. കാരണം നെയ്മീനാണല്ലോ ഇത് നല്ല സോഫ്റ്റ് അല്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള മീനല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനിടയുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിൽ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെന്തിട്ടില്ല കേട്ടോ, ഞാൻ അടച്ചു വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാണ്. എന്ത് വറ്റിയിട്ടുണ്ട് കറിയെല്ലാം. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കറിയെ ഇതിലേക്ക് സെർവ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്